Hi learners, welcome to I+ Training Solutions. ഇപ്പോൾ നമ്മുടെ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അസിസ്റ്റന്റ് ക്വസ്റ്റ്യൻ ഡിസ്കഷനിലെ നെക്സ്റ്റ് പാർട്ടിലേക്ക് നമുക്ക് പോകാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് പറഞ്ഞു പോയി. അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്നുമുള്ള ചോദ്യങ്ങളൊക്കെ അത് ഒരുവിധം ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ഈ ഒരു മാനേജ്മെന്റ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്നും മാനേജ്മെന്റിന്റെ ആ ഒരു ആസ്പെക്റ്റിൽ നിന്നുമുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് തന്നെ കടക്കാം. ഇതിന് മുന്നേ ഉള്ള ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ ക്ലാസ്സുകൾ കൂടി ഒന്ന് പോയി കാണുക. അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ പോലെയാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയൻ ഫോർ ഡിസ്റ്റിങ്വിഷിംഗ് ബിറ്റ്വീൻ സ്ക്രാപ്പ്, ബൈ പ്രോഡക്റ്റ് ആൻഡ് ജോയിന്റ് പ്രോഡക്റ്റ് ഈസ്. നമ്മൾക്കറിയാം സ്ക്രാപ്പുകളും ബൈ പ്രോഡക്റ്റുകളും ജോയിന്റ് പ്രോഡക്റ്റുകളെ പറ്റിയിട്ടുമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അതൊക്കെ നമ്മൾ ആ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഏരിയയിലൊക്കെ പഠിക്കുന്നതാണ്. സോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോഡക്റ്റ്, നമ്മുടെ പ്രൊഡക്ഷനിൽ തന്നെ പല തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടാകാറുണ്ട്. ബൈ പ്രോഡക്റ്റുകളും ജോയിന്റ് പ്രോഡക്റ്റുകളും സ്ക്രാപ്പുകളും ഒക്കെ. ഇതിനെയൊക്കെ നമ്മൾ തമ്മിൽ ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നത് എന്തിന്റെ ബേസിലാണ്? ക്വാളിറ്റി ഓഫ് ദി പ്രോഡക്റ്റ്, റിലേറ്റീവ് സെയിൽസ് വാല്യൂ, അക്സെപ്റ്റബിലിറ്റി ഓഫ് ദി പ്രോഡക്റ്റ്, നൺ ഓഫ് ദീസ്. ഇവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നത് രണ്ട് പോയിന്റുകളായിരിക്കും. ഒന്ന് ക്വാളിറ്റിയും റിലേറ്റീവ് സെയിൽസ് വാല്യൂ. ക്വാളിറ്റിയുടെ ബേസിലാണോ സാധാരണ സ്ക്രാപ്പും ബൈ പ്രോഡക്റ്റും ജോയിന്റ് പ്രോഡക്റ്റിനെയും ഒക്കെ ഓരോന്നിന്റെയും ക്വാളിറ്റിയുടെ ബേസിലാണോ സെയിൽസ് വാല്യൂവിന്റെ ബേസിലാണോ നമ്മൾ അതിനെ തരംതിരിക്കുന്നത്? അവിടെ നമുക്കറിയാം. നിങ്ങൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആലോചിച്ച് നോക്കിയാൽ മതി. ജോയിന്റ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സെയിം വാല്യൂ ഉള്ള പ്രൊഡക്റ്റുകളാണ് ജോയിന്റ് പ്രൊഡക്റ്റുകൾ. നമുക്ക് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ക്രൂഡ് ഓയിൽ റിഫൈൻ ചെയ്യുമ്പോൾ പെട്രോളും ഡീസലും കിട്ടുന്നുണ്ട്. ഇത് ജോയിന്റ് പ്രൊഡക്റ്റ് അല്ലേ? കാരണം രണ്ടിനും സെയിം വാല്യൂ ആണല്ലോ ഉള്ളത്. ഇനി ബൈ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു ഷുഗർ നമ്മൾ പഞ്ചസാര നമ്മൾ റിഫൈൻ ചെയ്തെടുക്കുമ്പോൾ അവിടെ നമുക്ക് ചില ബൈ പ്രോഡക്റ്റുകൾ ഉണ്ടാകത്തില്ലേ? അതിന്റെ വാല്യൂ കുറവായിരിക്കത്തില്ലേ? നമുക്കത് ചെറിയ വിലക്കല്ലേ നമ്മളത് വിൽക്കുന്നത്. ഇപ്പോൾ പഞ്ചസാരയുടെ അല്ലെങ്കിൽ നമുക്കിപ്പോൾ നെല്ല് നമ്മൾ എടുക്കുന്ന സമയത്ത് അതിൽ നിന്നും നമുക്ക് ആ കിട്ടുന്ന അതിന്റെ ഒരു ഉമിയുണ്ട്. അതൊക്കെ എന്താണ്? അതൊക്കെ ബൈ പ്രൊഡക്റ്റുകളാണ് അല്ലേ? ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് ലോ വാല്യൂ ഉള്ള ചില പ്രൊഡക്റ്റുകൾ കിട്ടും. അതിനെ നമുക്ക് ബൈ പ്രൊഡക്ട്സ് എന്ന് പറയാം അല്ലേ? ഇനി സ്ക്രാപ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് ഏറ്റവും സെയിൽസ് വാല്യൂ കുറവുള്ള ആക്രി സാധനങ്ങളെ നമുക്ക് സ്ക്രാപ്സ് എന്ന് പറയാം. സോ ഈ ഒരു ജോയിന്റ് പ്രൊഡക്റ്റിനെയും ബൈ പ്രൊഡക്റ്റിനെയും സ്ക്രാപ്പുകളെയും ഒക്കെ സെയിൽസ് വാല്യൂവിന്റെ ബേസിലായിരിക്കും നമ്മൾ തരംതിരിക്കുന്നത്. റിലേറ്റീവ് സെയിൽസ് വാല്യൂവിന്റെ ബേസിലാണ്. ജോയിന്റ് പ്രൊഡക്റ്റുകളാണെങ്കിൽ രണ്ടിനും ഒരേ വാല്യൂ ആയിരിക്കും. ബൈ പ്രൊഡക്റ്റ് ആണെങ്കിലോ മെയിൻ പ്രൊഡക്റ്റിനായിരിക്കും വില കൂടുതൽ. അതിന്റെ കൂടെ വരുന്ന ബൈ പ്രൊഡക്റ്റിന് അത്രയും വില കാണില്ലല്ലോ. ബൈ പ്രൊഡക്റ്റിന് വില കുറവല്ലേ? സോ ഇതാണ് ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ അതിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യേണ്ടത്. റിലേറ്റീവ് സെയിൽസ് വാല്യൂവിന്റെ ബേസിലാണ്. ഇത് മൂന്നും തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് നോക്കാം. ജോയിന്റ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ 2 or more പ്രൊഡക്റ്റ് ഓഫ് സിഗ്നിഫിക്കന്റ് ആൻഡ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ വാല്യൂ പ്രൊഡ്യൂസ്ഡ് സൈമൾട്ടേനിയസ്ലി. രണ്ടിനും ഇവിടെ ജോയിന്റ് പ്രൊഡക്റ്റുകൾക്ക് എപ്പോഴും ഹൈ ആൻഡ് സിമിലർ വാല്യൂ ആയിരിക്കും സെയിൽസ് വാല്യൂ. ബൈ പ്രൊഡക്റ്റിലേക്ക് വരുമ്പോൾ സെക്കൻഡറി പ്രൊഡക്റ്റുകളാണ് അല്ലെ മൈനർ വാല്യൂ. മെയിൻ പ്രൊഡക്റ്റുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ സെക്കൻഡറി വാല്യൂ ഉള്ള കുറഞ്ഞ വാല്യൂ ഉള്ള പ്രൊഡക്റ്റുകളാണ് ബൈ പ്രൊഡക്റ്റ്. എന്തെങ്കിലും ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന ബൈ പ്രൊഡക്റ്റുകൾ. ഇപ്പൊ നമ്മൾ വെളിച്ചെണ്ണയൊക്കെ നമ്മൾ വെളിച്ചെണ്ണ ആട്ടുന്ന സമയത്ത് അതിന്റെ ഒരു പിണ്ണാക്കുണ്ട്. അത് ബൈ പ്രൊഡക്റ്റ് അല്ലേ? വെളിച്ചെണ്ണയുടെ അത്രയും വിലയുണ്ടോ അതിന്റെ ആ പിണ്ണാക്കിന്? ഇല്ല. സോ ദാറ്റ് ഈസ് ബൈ പ്രൊഡക്റ്റ് അല്ലേ? സോ ബൈ പ്രൊഡക്റ്റുകളുടെ വാല്യൂ സെയിൽസ് വാല്യൂ കുറവായിരിക്കത്തില്ലേ? വെളിച്ചെണ്ണ വാങ്ങുമ്പോൾ അതിന്റെ വില ആ എമൗണ്ട് തന്നെ നമ്മൾ പിണ്ണാക്ക് വാങ്ങുമ്പോൾ കൊടുക്കണോ? വില കുറവായിരിക്കത്തില്ലേ? ബൈ പ്രൊഡക്റ്റുകളുടെ സെയിൽസ് വാല്യൂ കുറവായിരിക്കും. സ്ക്രാപ്പ് എന്ന് പറഞ്ഞാൽ റെസിഡ്യുവൽ മെറ്റീരിയൽ ഓഫ് നെഗ്ലിജിബിൾ വാല്യൂ ഓഫൺ റീയൂസ്ഡ് ഓർ സോൾഡ് ആസ് വേസ്റ്റ്. ഏറ്റവും കുറഞ്ഞ വിലയുള്ള നമുക്ക് അധികം പരിഗണന കൊടുക്കേണ്ടാത്തതായിട്ടുള്ള ചില കാര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രൊഡക്റ്റുകളെ നമുക്ക് സ്ക്രാപ്പ് എന്ന് പറയാം. നെഗ്ലിജിബിൾ വാല്യൂ ഉള്ള മെറ്റീരിയൽസ് ആണ് സ്ക്രാപ്പ്. നമുക്ക് അതിനെ സാധാരണഗതിയിൽ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് സ്ക്രാപ്പുകൾ വിൽക്കാറുള്ളത് അല്ലേ? അത് വിറ്റ് കാശാക്കാനൊന്നും ആയിരിക്കത്തില്ല. സോ ദീസ് ആർ ജോയിന്റ് പ്രോഡക്റ്റ്, ബൈ പ്രോഡക്റ്റ് ആൻഡ് സ്ക്രാപ്പ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ടു ഒബ്റ്റെയിൻ ബ്രേക്ക് ഈവൻ പോയിന്റ് ഇൻ റുപ്പീസ് സെയിൽസ് വാല്യൂ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഈസ് ഡിവൈഡഡ് ബൈ ബ്രേക്ക് ഈവൻ പോയിന്റിന്റെ ഇക്വേഷൻ.
ഇത് നമ്മളുടെ അക്കൗണ്ടിങ്ങിന്റെ ഏരിയയിൽ വരുന്നുണ്ട് അല്ലെ. സോ ബ്രേക്ക് ഈവൻ പോയിന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, ബ്രേക്ക് ഈവൻ പോയിന്റ് കണ്ടുപിടിക്കാൻ പല ഇക്വേഷൻസ് ഉണ്ട്. അതിൽ നമ്മളുടെ അടുത്ത് ചോദിച്ചേക്കുന്നത് എന്താ, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ബ്രേക്ക് ഈവൻ പോയിന്റിൽ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് വരുന്ന ഇക്വേഷൻ ഏതാണെന്ന് ഓർത്ത് നോക്കുക. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് വരുന്ന ഇക്വേഷൻ ബ്രേക്ക് ഈവൻ സെയിൽസ് കണ്ടുപിടിക്കാൻ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ എന്നല്ലേ നമ്മൾ പഠിക്കുന്നത്. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ പി വി റേഷ്യോ, പ്രോഫിറ്റ് വോളിയം റേഷ്യോ, ദാറ്റ് ഈസ് ബ്രേക്ക് ഈവൻ സെയിൽസ്. ഓക്കെ, ബ്രേക്ക് ഈവൻ സെയിൽസ് എന്ന് പറയുന്നത് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ. പി വി റേഷ്യോ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ, കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100, കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100, ദാറ്റ് ഈസ് പി വി റേഷ്യോ. ഇതിന്റെയൊക്കെ ഇക്വേഷൻസ് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഇത് നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്, എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വീണ്ടും ആ ബ്രേക്ക് ഈവൻ പോയിന്റിനെ തന്നെ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ, അതിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്തുള്ള നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബ്രേക്ക് ഈവൻ പോയിന്റ് ഈസ് ദി പോയിന്റ് അറ്റ് വിച്ച്, ഇത് വളരെ സിമ്പിൾ ബേസിക് ക്വസ്റ്റ്യൻ, ഏറ്റവും ബേസ് ലെവലിൽ നിന്നും ചോദിച്ചതാണ്. ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ആ പോയിന്റിന്റെ പ്രത്യേകത? ദർ ഇസ് നോ പ്രോഫിറ്റ് നോ ലോസ്. അത് ശരിയല്ലേ? നമ്മൾ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത് എന്താ, പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ല, അങ്ങനെയുള്ള സിറ്റുവേഷനെ അല്ലേ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, അപ്പൊ നമ്മൾ വിചാരിക്കും ഇത് അപ്പോൾ എ നമുക്കങ്ങ് മാർക്ക് ചെയ്യാം, എ അങ്ങ് ബബിൾ ചെയ്യാം എന്ന് ചിന്തിക്കരുത്. ഒരു ഓപ്ഷൻ കാണുമ്പോൾ ബാക്കിയുള്ളത് കൂടി ഒന്ന് വായിച്ചു നോക്കുക. നെക്സ്റ്റ് ഓപ്ഷൻ നോക്കിയേ, കോൺട്രിബ്യൂഷൻ മാർജിൻ ഈസ് ഈക്വൽ ടു ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്. കോൺട്രിബ്യൂഷൻ മാർജിനും ഫിക്സഡ് കോസ്റ്റും ഈക്വൽ ആണ്. അത് തന്നെയല്ലേ നമ്മൾ ഈ പറഞ്ഞതും നോ പ്രോഫിറ്റ് നോ ലോസ് എന്ന്. അപ്പോൾ അതും ശരിയല്ലേ? ഇനി ടോട്ടൽ റവന്യൂ ഈസ് ഈക്വൽ ടു ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്, ഇതും ശരിയല്ലേ? ടോട്ടൽ റവന്യൂ ടോട്ടൽ കോസ്റ്റിന് ഈക്വൽ ആകുന്നു. നമുക്ക് കിട്ടുന്ന ടോട്ടൽ റവന്യൂ ടോട്ടൽ കോസ്റ്റിന് ഈക്വൽ ആയാൽ അതും ബ്രേക്ക് ഈവൻ പോയിന്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഓൾ ഓഫ് ദി അബവ് ഇസ് ദി റൈറ്റ് ആൻസർ. ഇവിടെ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത് ഇതെല്ലാം വരുന്നുണ്ട് അല്ലേ, ടോട്ടൽ റവന്യൂ ടോട്ടൽ കോസ്റ്റിന് ഈക്വൽ ആകുന്നു, അതേപോലെ തന്നെ നോ പ്രോഫിറ്റ് നോ ലോസ്, ഇതെല്ലാം ബ്രേക്ക് ഈവൻ പോയിന്റിന്റെ സിറ്റുവേഷൻസ് ആണ് അല്ലെ. സോ in break even point there is no profit no loss, contribution margin is equal to total fixed cost, total revenue is equal to total cost. Okay, ഇനി മാർജിൻ ഓഫ് സേഫ്റ്റി, ഇതെല്ലാം ഇന്റർ കണക്റ്റഡ് ക്വസ്റ്റ്യൻസ് അല്ലേ, എല്ലാം ബ്രേക്ക് ഈവൻ പോയിന്റിനെ വെച്ചിട്ട് ചോദിക്കുന്നു. അതിനുശേഷം മാർജിൻ ഓഫ് സേഫ്റ്റിയുടെ ക്വസ്റ്റ്യൻസ്, ഇതെല്ലാം ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സസ് ഓഫ് ആക്ച്വൽ സെയിൽസ് ഓവർ ഫിക്സഡ് എക്സ്പെൻസ്, excess of actual sales over variable expense, excess of actual sales over break even analysis, excess of budgeted sales over fixed cost. മാർജിൻ ഓഫ് സേഫ്റ്റിയുടെ ഇക്വേഷൻ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഒറ്റയടിക്ക് ആൻസർ ചെയ്യാം. മാർജിൻ ഓഫ് സേഫ്റ്റിയുടെ ഇക്വേഷൻ അറിയാമെങ്കിൽ ഈ ചോദ്യം ഒറ്റയടിക്ക് നമുക്ക് ആൻസർ ചെയ്തൂടെ? എന്താണ്? എക്സസ് ഓഫ് budgeted sales over fixed cost ആണോ, excess of actual sales over break even sales ആണോ, then excess of actual sales over variable expense, excess of actual sales over fixed expense. break even നമ്മളുടെ മാർജിൻ ഓഫ് സേഫ്റ്റിയുടെ ഇക്വേഷൻ എന്താ? ആക്ച്വൽ സെയിൽസ് മൈനസ് ബ്രേക്ക് ഈവൻ സെയിൽസ് അല്ലേ മാർജിൻ ഓഫ് സേഫ്റ്റി. സോ ഇവിടെ ഓപ്ഷൻ സി അല്ലേ നമ്മളുടെ കറക്റ്റ് ആൻസർ വരുന്നത്. മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ actual sales minus break even sales, actual sales minus break even sales, that is margin of safety. Okay, നമ്മളുടെ ബ്രേക്ക് ഈവൻ സെയിൽസും ആക്ച്വൽ സെയിൽസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് അല്ലെ. മാർജിൻ ഓഫ് സേഫ്റ്റി is the amount by which actual or expected sales exceed the break even sale. ബ്രേക്ക് ഈവൻ സെയിൽസിനെ കാട്ടിലും കൂടുതലാണ് നമ്മുടെ ആക്ച്വൽ സെയിൽ എങ്കിൽ ആ പോർഷൻ ആണ് മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത് അല്ലെ. It show how much sales can drop before the business start incurring a loss. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ചോദിക്കാം. ഇത് നല്ലൊരു സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. It shows how much sales can drop before the business start incurring loss. ബിസിനസ്സിന് ലോസ് ഉണ്ടായി തുടങ്ങുന്നതിന് മുന്നേ വരെ അവർക്ക് സെയിൽസ്, സാധാരണ ബിസിനസിന്റെ സെയിൽസ് കുറയുമ്പോഴല്ലേ അവർക്ക് ലോസ് ഉണ്ടാകുന്നത്. പക്ഷെ ഒരു പോയിന്റിൽ താഴെ സെയിൽസ് കുറയുമ്പോഴാണ് ലോസ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ എത്ര പോയിന്റ് വരെ, എത്ര വരെ സെയിൽസ് കുറയാം, ലോസ് ഇല്ലാതെ എത്ര പോയിന്റ് വരെ അവർക്ക് സെയിൽസ് കുറയാം എന്നുള്ളതാണ് മാർജിൻ ഓഫ് സേഫ്റ്റിയിൽ പറയുന്നത്. വേണമെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് തരാം.
It show how much sales can drop before the business start incurring loss. That is margin of safety. നോക്കിക്കേ, ഇപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ, നമുക്കിപ്പം ബ്രേക്ക് ഈവൻ സെയിൽസിൽ നിന്നും ആക്ച്വൽ സെയിൽസ്, ബ്രേക്ക് ഈവൻ സെയിൽസും ആക്ച്വൽ സെയിൽസും തമ്മിലുള്ള ഡിഫറൻസ് അല്ലേ? ബ്രേക്ക് ഈവൻ സെയിൽസിന്റെ പ്രത്യേകത എന്താ? there is no profit no loss അല്ലെ? അപ്പൊ ബ്രേക്ക് ഈവൻ പോയിന്റ്, ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് നോ പ്രോഫിറ്റ് നോ ലോസ്. അപ്പൊ ഇവിടെ നമുക്ക് 100 യൂണിറ്റുകളാണ്. 100 ബ്രേക്ക് ഈവൻ പോയിന്റ് യൂണിറ്റിൽ എടുക്കുവാണെങ്കിൽ 100 യൂണിറ്റിനെ നമുക്ക് ബ്രേക്ക് ഈവൻ പോയിന്റ് ആയിട്ട് എടുക്കാം. അതായത് ക്വാണ്ടിറ്റിയുടെ ബേസിലാണ് പറയുന്നത്. 100 യൂണിറ്റ് വിൽക്കുമ്പോൾ, ഇപ്പൊ 100 യൂണിറ്റ്, 100 യൂണിറ്റ് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ്, ഏത് പ്രൊഡക്റ്റ് എങ്കിലും ആയിക്കോട്ടെ, ഓക്കെ, 100 യൂണിറ്റ് വിൽക്കുമ്പോൾ നമുക്ക് എന്തില്ല? പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ല. ഓക്കെ, പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ല. ഇപ്പൊ ചിപ്സ്, നമ്മളൊരു ചിപ്സ് മാനുഫാക്ചറിങ് കമ്പനിയാണേ. നമ്മൾ 100 പാക്കറ്റ് ചിപ്സ് വിൽക്കുമ്പോൾ നമുക്ക് പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ലാത്ത സിറ്റുവേഷനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 100 പാക്കറ്റ് ചിപ്സ് വിറ്റ് കിട്ടുന്ന പൈസ, ഈ 100 പാക്കറ്റ് ചിപ്സ് ഉണ്ടാക്കാൻ നമുക്ക് എത്ര രൂപ ഉണ്ടായി? 1000 രൂപ ഉണ്ടായി. ഈ 100 പാക്കറ്റ് വിൽക്കുമ്പോൾ നമുക്ക് എത്ര രൂപ കിട്ടും? 1000 രൂപ കിട്ടും. ഇപ്പൊ ടോട്ടൽ കോസ്റ്റും റവന്യൂവും ഈക്വലായി. ഏതൊരു ബിസിനസ് എടുത്താലും ഒരെണ്ണം വിറ്റാൽ ലാഭം വല്ലതും കിട്ടുമോ? 10 എണ്ണം വിറ്റാൽ ലാഭം കിട്ടുമോ? ഏതൊരു ബിസിനസ് നോക്കിയാലും അവരുടെ ഒരു പോയിന്റിൽ കൂടുതൽ സെയിൽ നടക്കുമ്പോഴാണ് അവർക്ക് പ്രോഫിറ്റ് ഉണ്ടായി തുടങ്ങുന്നത് അല്ലെ? ഇപ്പൊ ഈ 100 ചിപ്സ്, 100 യൂണിറ്റ് അല്ലെങ്കിൽ 100 പാക്കറ്റ് ചിപ്സ് നമ്മൾ വിൽക്കുമ്പോൾ നമുക്ക് കോസ്റ്റും 1000 ആണ്, റവന്യൂവും 1000 തന്നെയാണ്. അതായത് ഈ ഒരു ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് നോ പ്രോഫിറ്റ് നോ ലോസ് ആണ്. 101ാമത്തെ പാക്കറ്റ് വിൽക്കുമ്പോഴായിരിക്കും നമുക്ക് പ്രോഫിറ്റ് കിട്ടി തുടങ്ങുന്നത് അല്ലെ? അപ്പൊ ഈ പോയിന്റിൽ നിന്ന് മുകളിലേക്ക് ഉള്ള പോർഷൻ പ്രോഫിറ്റ് ആണ്. ഈ പോയിന്റിന്റെ മുകളിലേക്കുള്ള പോർഷനിൽ പ്രോഫിറ്റാ. 100 200 യൂണിറ്റ് വിറ്റാൽ നമുക്ക് ലാഭമാണ്, 300 യൂണിറ്റ് വിറ്റാൽ ലാഭമാണ്, 110 യൂണിറ്റ് വിറ്റാലൊക്കെ നമുക്ക് ലാഭമാണ്. എന്നാൽ ഈ പോയിന്റിൽ നിന്ന് താഴേക്കുള്ള പോർഷനോ 99 യൂണിറ്റ് വിറ്റാൽ നഷ്ടമാണ്. കോസ്റ്റ് ചിലപ്പോ 99 യൂണിറ്റ് വിൽക്കുമ്പോൾ കോസ്റ്റ് ചിലപ്പോൾ 980, പക്ഷേ റവന്യൂ 950 ആയിരിക്കും അല്ലെ? നഷ്ടമല്ലേ അവിടെ? ഇനി 80 യൂണിറ്റ് വിൽക്കുമ്പോൾ വീണ്ടും നഷ്ടം കൂടും, 70 യൂണിറ്റ് വിൽക്കുമ്പോൾ വീണ്ടും നഷ്ടമായിരിക്കും. സോ ഈ ഒരു ബ്രേക്ക് ഈവൻ പോയിന്റിന്റെ മുകളിലേക്കുള്ള പോർഷൻ നമുക്ക് ലാഭവും താഴേക്കുള്ള പോർഷൻ നഷ്ടവുമായിരിക്കും. ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ അവിടെ ലാഭവുമില്ല നഷ്ടവുമില്ല. നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഇറ്റ് ഷോ ഹൗ മച്ച് സെയിൽസ് ക്യാൻ ഡ്രോപ്പ് ബിഫോർ ദി ബിസിനസ് സ്റ്റാർട്ട്സ് ഇൻകറിംഗ് ലോസ്. ബ്രേക്ക് ഈവൻ സെയിൽസ് എന്ന് പറഞ്ഞാൽ എത്ര സെയിൽസിലേക്ക് വരെ അവർക്ക് ഡ്രോപ്പ് ചെയ്യാം ബിഫോർ ബിസിനസ് സ്റ്റാർട്ട് ഇൻകറിംഗ് ലോസ്. ബിസിനസ് നഷ്ടം സംഭവിച്ചു തുടങ്ങുന്നതിന് മുന്നേ, ഇപ്പൊ അവർക്ക് ഇപ്പൊ നമുക്ക് നോക്കാം, ഇതാണ് ബ്രേക്ക് ഈവൻ സെയിൽസ്. ഇനി ഇപ്പൊ ആ ബിസിനസ് നല്ല വളർന്നു, അവർക്ക് 500 യൂണിറ്റുകൾ എന്നും സെയിൽ നടക്കുന്നുണ്ട്. ഇപ്പോഴത്തെ സെയിലാണ്, അപ്പൊ ലാഭം ഉണ്ടല്ലോ, 500 യൂണിറ്റ് സെയിൽ നടക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് ഇനിയിപ്പോ നാളെ പെട്ടെന്ന് എന്തെങ്കിലും ഒരു നമ്മുടെ ചിപ്സിന്റെ ക്വാളിറ്റി കുറഞ്ഞു, അല്ലെങ്കിൽ നമ്മളുടെ ചിപ്സിന്റെ ഡിമാൻഡ് കുറഞ്ഞു, നാളെ നമുക്ക് ഡിമാൻഡ് കുറയാണ്, ഇപ്പൊ ഡെയിലി 500 യൂണിറ്റ് വിൽക്കുന്നുണ്ട്, നാളെ 400 ആയി എന്നും പറഞ്ഞ് നമുക്ക് നഷ്ടം ഉണ്ടാകത്തില്ലല്ലോ. നാളെ അതിന്റെ മറ്റന്നാൾ 300 യൂണിറ്റേ വിറ്റുള്ളൂ, നഷ്ടമില്ലല്ലോ. അതിന്റെ മറ്റന്നാൾ 200 യൂണിറ്റേ വിറ്റുള്ളൂ, അന്നേരവും നഷ്ടമില്ലല്ലോ. ഇനി അതിന്റെയും മറ്റന്നാൾ 100 യൂണിറ്റ് വിറ്റു, അപ്പോഴും നഷ്ടമില്ല. അതുവരെ നമുക്ക് നഷ്ടമില്ല. ദാറ്റ് പോർഷൻ ഈസ് കോൾഡ് മാർജിൻ ഓഫ് സേഫ്റ്റി. ഇപ്പൊ നിൽക്കുന്ന ആക്ച്വൽ സെയിൽസിൽ നിന്ന് എത്ര വരെ അവർക്ക് കുറയാം ബിഫോർ ഇൻകറിംഗ് ലോസ്. നഷ്ടമുണ്ടായി തുടങ്ങുന്നതിന് മുന്നേ ആക്ച്വൽ സെയിൽസിൽ നിന്ന്, ദിസ് ഈസ് ആക്ച്വൽ സെയിൽസ്, ഇന്നത്തെ വിലയാണ്, ഇന്നത്തെ ക്വാണ്ടിറ്റി, ഇന്ന് 500 യൂണിറ്റാണ് വിറ്റത്. ഈ ആക്ച്വൽ സെയിൽസിൽ നിന്ന് നഷ്ടമുണ്ടാകുന്നതിന് മുൻപ് എത്ര വരെ അവർക്ക് കുറയാം, അതാണ് മാർജിൻ ഓഫ് സേഫ്റ്റി. അത് സേഫ് സോൺ അല്ലേ? എത്ര കുറഞ്ഞാലും നഷ്ടമില്ലല്ലോ. പക്ഷെ 100ൽ കുറഞ്ഞു പോയാൽ അവർക്ക് നഷ്ടമായി തുടങ്ങും. അപ്പൊ മാർജിൻ ഓഫ് സേഫ്റ്റി കണ്ടുപിടിക്കാൻ ഇക്വേഷനും അത് തന്നെയല്ലേ, ആക്ച്വൽ സെയിൽ മൈനസ് ബ്രേക്ക് ഈവൻ സെയിൽ. അപ്പൊ ഇവിടെ ആക്ച്വൽ സെയിൽ 500, ബ്രേക്ക് ഈവൻ സെയിൽ 100. അങ്ങനെയാണെങ്കിൽ മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത് 400 യൂണിറ്റുകളാണ്. 400 യൂണിറ്റുകൾ ഇനി കുറഞ്ഞാലും കുഴപ്പമില്ല, അവർക്ക് നഷ്ടം ഉണ്ടാകത്തില്ല. പക്ഷെ അതിൽ വീണ്ടും കുറവ് വന്നാൽ നഷ്ടം ഉണ്ടായി തുടങ്ങും. ദിസ് ഇസ് കോൾഡ് മാർജിൻ ഓഫ് സേഫ്റ്റി. ക്ലിയർ ആയല്ലോ? മാർജിൻ ഓഫ് സേഫ്റ്റിയുടെ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ? ഓക്കെ, സോ ഇറ്റ് ഷോ ഹൗ മച്ച് സെയിൽസ് ക്യാൻ ഡ്രോപ്പ് ബിഫോർ ദ ബിസിനസ് സ്റ്റാർട്ട് ഇൻകറിംഗ് ലോസ്. ബിസിനസ്സിന് നഷ്ടം ഉണ്ടായി തുടങ്ങുന്നതിന്
തുടങ്ങുന്നതിന് മുന്നേ എത്ര വരെ അവർക്ക് ഇപ്പോഴത്തെ സെയിലിൽ നിന്ന് എത്ര വരെ കുറയാം, അതാണ് മാർജിൻ ഓഫ് സേഫ്റ്റി. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മേക്ക് ഓർ ബൈ ഡിസിഷൻ ഈസ് മെയ്ഡ് ബൈ കമ്പയറിംഗ് പർച്ചേസ് പ്രൈസ് ഔട്ട്സൈഡ് വിത്ത്. മേക്ക് ഓർ ബൈ ഡിസിഷൻസ് ഉണ്ട് അല്ലെ. എന്താ മേക്ക് ഓർ ബൈ ഡിസിഷൻസ്? നമുക്കറിയാം, ചിലപ്പോ കമ്പനീസിനൊക്കെ ആണെങ്കിൽ ചില സാധനങ്ങൾ അവര് ഒന്നെങ്കിൽ അവർക്കത് അവിടെ തന്നെ മേക്ക് ചെയ്യാം, കമ്പനിയിൽ തന്നെ അത് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഹോൾസെയിലായിട്ട് വാങ്ങി വിൽക്കാം. ഇപ്പൊ നമ്മൾ എന്തെങ്കിലുമൊക്കെ സെയില്, ഞാൻ ഈ ചിപ്സ് മാനുഫാക്ചറിങ് തന്നെയാണ്, ഞാൻ ചിപ്സ് വിൽക്കുന്ന ഒരാളാണ്, എനിക്ക് 2 ഓപ്ഷൻ ഉണ്ട്, മേക്ക് ഓർ ബൈ. ഒന്നെങ്കിൽ ഈ ചിപ്സ് ഞാൻ തന്നെ എൻ്റെ വീട്ടിൽ ഉണ്ടാക്കാം, അല്ലെങ്കിൽ എൻ്റെ മാനുഫാക്ചറിങ് പ്ലാന്റിൽ എനിക്ക് ഉണ്ടാക്കാം, ആ കുറെ വാഴക്കൊലയൊക്കെ വാങ്ങി ചിപ്സ് ഉണ്ടാക്കി വിൽക്കാം, ഒന്നെങ്കിൽ മേക്ക് ചെയ്യാം. ഓർ ബൈ. ബൈ എന്ന് പറഞ്ഞാൽ എന്താ, ഈ ചിപ്സ് ഓൾറെഡി ഉണ്ടാക്കുന്ന വലിയ വലിയ ആളുകളുടെ കയ്യിൽ പോയി എനിക്കിത് എന്ത് ചെയ്യാം, വാങ്ങിക്കാം അല്ലെ. ഇതെനിക്ക് പോയിട്ട് ബൾക്കായിട്ട് വാങ്ങിക്കൊണ്ട് വന്ന് ഞാനത് പാക്കറ്റുകളിലാക്കി ചെറിയ രീതിയിൽ അത് വിൽക്കാം. ഓക്കെ, ഇങ്ങനെ 2 ഓപ്ഷൻസ് ഇല്ലേ, മേക്ക് ഓർ ബൈ. ഈ മേക്ക് ഓർ ബൈ ഡിസിഷൻസ് നമ്മൾ എടുക്കുന്നത് എന്തിന്റെ ബേസിലാ? ലാഭം ഏതാന്നല്ലേ നമ്മൾ നോക്കുന്നേ. ഞാൻ തന്നെ പോയി കൊലയൊക്കെ വാങ്ങി വന്ന് അരിഞ്ഞ് വറുത്ത്, അങ്ങനെയാണെങ്കിൽ എനിക്ക് ആ എണ്ണയുടെ ചെലവുണ്ട്, ആ മെറ്റീരിയൽസ് വാങ്ങണം, ജോലിക്കാരെ വെക്കണം, എന്നാൽ എനിക്ക് അതിന്റെ കൂടെ ഒരു പ്രോഫിറ്റ് ഇട്ടിട്ട് ഇത് വിൽക്കാം. അങ്ങനെ കിട്ടുന്ന പ്രോഫിറ്റ് എത്രയാന്ന് നോക്കാം, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവുന്ന കോസ്റ്റ് നോക്കാം. ഇനി ഞാൻ ഇതിന് പകരം ഈ ചിപ്സ് ബൾക്കായിട്ട് എവിടെന്നെങ്കിലും വാങ്ങിക്കൊണ്ട് വന്നിട്ട് അത് റീറ്റെയിലായിട്ട് വിൽക്കുവാണെങ്കിൽ എനിക്ക് അവിടെ വാങ്ങാൻ ഉണ്ടാകുന്ന കോസ്റ്റ് ഉണ്ടല്ലോ, ബൾക്കായിട്ട് എനിക്കിത് വാങ്ങാൻ ഉണ്ടാവുന്ന കോസ്റ്റ്, ആ കോസ്റ്റും എനിക്കിത് ഉണ്ടാക്കുവാണെങ്കിൽ ഉണ്ടാകുന്ന കോസ്റ്റും, ഇത് രണ്ടുമല്ലേ കമ്പയർ ചെയ്യുന്നത്. ഇതിൽ ഏതാണ് കോസ്റ്റ് കുറഞ്ഞത് അതല്ലേ നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഒരു മേക്ക് ഓർ ബൈ ഡിസിഷൻ ഈസ് മെയ്ഡ് ബൈ കമ്പയറിംഗ് പർച്ചേസ് പ്രൈസ് ഔട്ട്സൈഡ് വിത്ത്. ഇപ്പൊ നമ്മൾ ഈ മേക്ക് ഓർ ബൈ ഡിസിഷൻ എടുക്കുമ്പോൾ പർച്ചേസ് പ്രൈസിനെ എന്തുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നത്? പർച്ചേസ് പ്രൈസും വേരിയബിൾ കോസ്റ്റും കൂടി ആയിരിക്കും. ഓക്കെ, പർച്ചേസ് പ്രൈസ് വേരിയബിൾ കോസ്റ്റുമായിട്ടായിരിക്കും കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, കമ്പയറിംഗ് പർച്ചേസ് പ്രൈസ് ഔട്ട്സൈഡ് വിത്ത് വേരിയബിൾ കോസ്റ്റ്. നമ്മളിപ്പം മേക്ക് ഓർ ബൈ ആണെങ്കിൽ ബൈ ചെയ്യുമ്പോൾ ഉള്ള പർച്ചേസ് പ്രൈസ്, നമ്മൾ സാധനം, ഞാൻ ഈ പറഞ്ഞ ചിപ്സ് ബൾക്കായിട്ട് വാങ്ങുവാണെങ്കിൽ എനിക്ക് ഉണ്ടാവുന്ന പ്രൈസും ഞാനിത് മാനുഫാക്ചർ ചെയ്യുവാണെങ്കിൽ എനിക്ക് ഉണ്ടാകുന്ന വേരിയബിൾ കോസ്റ്റും തമ്മിലായിരിക്കും കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, so in a make or buy decision, a company decide whether to produce a component internally or purchase it from an outside supplier. The key comparison is between purchase price and variable cost of making the product. ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ നമ്മൾ ഈ കമ്പാരിസൺ നടക്കുന്നത് മേക്ക് ഓർ ബൈയിൽ 2 കാര്യങ്ങളാണ്. ഒന്നെങ്കിൽ ബൈ ചെയ്യുവാണെങ്കിൽ ഉണ്ടാകുന്ന പർച്ചേസ് കോസ്റ്റും നമ്മളത് മേക്ക് ചെയ്യുവാണെങ്കിൽ ഉണ്ടാകുന്ന വേരിയബിൾ കോസ്റ്റും. ഓക്കെ, സോ ഈ 2 ഫാക്ടേഴ്സ് ആയിരിക്കും മേക്ക് ഓർ ബൈയിൽ കമ്പയർ ചെയ്യുന്നത്. ഒന്നെങ്കിൽ പർച്ചേസ് പ്രൈസും വേരിയബിൾ കോസ്റ്റും. ഇതിൽ രണ്ടിലും ഏതാണ്? പർച്ചേസ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ചിപ്സ് വലിയ മാനുഫാക്ചറിങ് ആളുകളുടെ കയ്യിൽ നിന്ന് ബൾക്കായിട്ട് ഞാൻ വാങ്ങിക്കൊണ്ട് വന്ന് വിൽക്കുന്നു, റീറ്റെയിൽ ആയിട്ട് വിൽക്കുന്നു, ഹോൾസെയിൽ ആയിട്ട് വാങ്ങി റീറ്റെയിൽ ആയിട്ട് വിൽക്കുന്നു. ഇനി ഞാനത് മേക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ആ ചിപ്സ് ഉണ്ടാക്കാൻ ഉണ്ടാകുന്ന വേരിയബിൾ കോസ്റ്റ്. ഓക്കെ, ഇത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് കോസ്റ്റ് കുറവുള്ളതല്ലേ ചൂസ് ചെയ്യുള്ളൂ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആക്ടിവിറ്റി റേഷ്യോ ക്യാൻ ബി ഫൗണ്ട് ബൈ യൂസിങ് ദി ഫോർമുല. ആക്ടിവിറ്റി റേഷ്യോ, ഇതിലേത് ഫോർമുല യൂസ് ചെയ്തിട്ടാണ് ആക്ടിവിറ്റി റേഷ്യോ നമ്മൾ കണ്ടുപിടിക്കുന്നത്? ഇതും നമ്മളുടെ അക്കൗണ്ടിങ്ങിൽ വരുന്നതാണ് അല്ലെ, കോസ്റ്റിങ്ങിൽ വരുന്നതാണ്. സോ സ്റ്റാൻഡേർഡ് അവർ ഓഫ് ആക്ച്വൽ പ്രൊഡക്ഷൻ ബൈ ബജറ്റഡ് സ്റ്റാൻഡേർഡ് അവർ ഇൻറ്റു 100, ആക്ച്വൽ അവേഴ്സ് വർക്ക്ഡ് ബൈ ബജറ്റഡ് അവേഴ്സ് ഇൻറ്റു 100, സ്റ്റാൻഡേർഡ് അവേഴ്സ് ഓഫ് ആക്ച്വൽ പ്രൊഡക്ഷൻ ബൈ ആക്ച്വൽ അവേഴ്സ് വർക്ക്ഡ് ഇൻറ്റു 100, നൺ ഓഫ് ദീസ്. ഇത് നമുക്ക് കൃത്യമായിട്ട് ആ ഒരു ഫോർമുല അറിഞ്ഞു വെച്ചാൽ മാത്രമേ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നമുക്ക് നോക്കാം. സ്റ്റാൻഡേർഡ് അവേഴ്സ് ഓഫ് ആക്ച്വൽ പ്രൊഡക്ഷൻ ബൈ ബജറ്റഡ് സ്റ്റാൻഡേർഡ് അവേഴ്സ് ഇൻറ്റു 100, അതാണ് നമ്മൾ ആക്ടിവിറ്റി റേഷ്യോ കണ്ടുപിടിക്കുന്ന ഫോർമുല. സോ ആക്ടിവിറ്റി റേഷ്യോ ഈസ് എ മെഷർ ഓഫ് പ്രൊഡക്ഷൻ എഫിഷ്യൻസി ഇൻ ടേംസ് ഓഫ് ഹൗ മച്ച് ഓഫ് ദി ബജറ്റഡ് ആക്ടിവിറ്റി ഹാസ് ആക്ച്വലി ബീൻ അച്ചീവ്ഡ്. ഇറ്റ് കമ്പയർ സ്റ്റാൻഡേർഡ് അവേഴ്സ് ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട് ആൻഡ് ബജറ്റഡ് സ്റ്റാൻഡേർഡ് അവേഴ്സ്. അപ്പൊ ഈ ഒരു ആക്ടിവിറ്റി റേഷ്യോയിൽ നമ്മൾ എന്താ കമ്പയർ ചെയ്യുന്നത്? സ്റ്റാൻഡേർഡ് അവേഴ്സ് ഓഫ് ആക്ച്വൽ പ്രൊഡക്ഷനും ബജറ്റഡ് സ്റ്റാൻഡേർഡ് അവേഴ്സ്. അതായത് നമ്മൾ ആദ്യം ബജറ്റ് ചെയ്ത് വെക്കും, ഈ ഒരു പ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ എത്ര സമയം വേണം. ആ ഒരു ബജറ്റഡ് അവേഴ്സും നമുക്ക് അല്ലെങ്കിൽ ആക്ച്വലി നമുക്ക് ആ പ്രൊഡക്ഷന് വേണ്ടി വന്ന ടൈമും ഇത് തമ്മിലാണ് കമ്പയർ ചെയ്യുന്നത് അല്ലേ. ദാറ്റ് ഈസ് ആക്ടിവിറ്റി റേഷ്യോ. Measure the production efficiency in terms of how much of the budgeted activity has actually been achieved. Okay. So ഇതിന്റെ ഇക്വേഷൻസ് കൃത്യമായിട്ട് പഠിച്ചു വെച്ചാൽ മാത്രമേ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ.
നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. An unfavorable material price variance occurs because of. മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് അൺഫേവറബിൾ ആകുന്നത്, മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് അൺഫേവറബിൾ ആകുന്ന സിറ്റുവേഷൻ ഏതായിരിക്കും? മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് ഒക്കെ നമ്മൾ കൃത്യമായിട്ട് ഇക്വേഷൻസ് പഠിക്കുന്നതാണ്. മെറ്റീരിയൽ പ്രൈസ് വേരിയൻസും മെറ്റീരിയൽ യൂസേജ് വേരിയൻസും ക്വാണ്ടിറ്റി വേരിയൻസും മെറ്റീരിയൽ മിക്സ് വേരിയൻസും ഒക്കെ കൃത്യമായിട്ട് പഠിക്കുന്നതാണ് അല്ലേ. സോ ഈ ഒരു മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് അൺഫേവറബിൾ ആകുന്നത് എപ്പോഴാണ്? സിമ്പിൾ ലോജിക് ഒന്ന് ഉപയോഗിച്ച് നോക്കിക്കേ. സിമ്പിൾ ലോജിക് വെച്ച് നമുക്ക് ആൻസർ ചെയ്യാം. ഏതാണ്? പ്രൈസ് ഇൻക്രീസ് ഇൻ റോ മെറ്റീരിയൽ, പ്രൈസ് ഡിക്രീസ് ഇൻ റോ മെറ്റീരിയൽ, ലെസ് ദാൻ ആന്റിസിപ്പേറ്റഡ് നോർമൽ വേസ്റ്റേജ് ഇൻ ദി മാനുഫാക്ചറിംഗ് പ്രോസസ്, മോർ ദാൻ ആന്റിസിപ്പേറ്റഡ് നോർമൽ വേജസ് ഇൻ ദി മാനുഫാക്ചറിംഗ് പ്രോസസ്. ഇത്രയും ഒന്നും പോകണ്ട. നമ്മളുടെ അൺഫേവറബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് ഉണ്ടാകുന്നത് മെറ്റീരിയൽസിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്ന സിറ്റുവേഷനിലല്ലേ? മെറ്റീരിയൽസിന്റെ പ്രൈസ് കൂടുമ്പോഴല്ലേ അൺഫേവറബിൾ മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് ഉണ്ടാകുന്നത്? ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് ആൻസർ ചെയ്യാൻ പറ്റും അല്ലേ. സോ മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് ആക്ച്വൽ പ്രൈസ് ഇൻറ്റു ആക്ച്വൽ ക്വാണ്ടിറ്റി. മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, വേരിയൻസുകളുടെ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. സോ if actual price is greater than standard price, variance is unfavorable. Actual price സ്റ്റാൻഡേർഡ് പ്രൈസിനെ കാട്ടി കൂടുതലാണെങ്കിൽ അത് അൺഫേവറബിൾ വേരിയൻസ് അല്ലേ? നമുക്ക് രണ്ട് രീതിയിൽ വേരിയൻസ് വരാം. ഒന്നുകിൽ ഫേവറബിൾ വേരിയൻസും വരാം, അൺഫേവറബിൾ വേരിയൻസും വരാം അല്ലെ. എന്തായി ഫേവറബിൾ വേരിയൻസും അൺഫേവറബിൾ വേരിയൻസും? നമുക്ക് നോക്കാം. ഫേവറബിൾ വേരിയൻസ് എന്ന് പറയുമ്പോൾ, വേരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിഫറൻസ് ആണ് അല്ലെ. ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് ആൻഡ് ആക്ച്വൽ, ദാറ്റ് ഈസ് വേരിയൻസ്. അപ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡും ആക്ച്വലും തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും. സ്റ്റാൻഡേർഡ് പ്രൈസും ആക്ച്വൽ പ്രൈസും തമ്മിലുള്ള ഡിഫറൻസിനെ നമുക്ക് വേരിയൻസ് എന്ന് പറയാം. സ്റ്റാൻഡേർഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ പ്രീ ഡിറ്റർമൈൻഡ് പ്രൈസ് ആണ്. നമ്മൾ നേരത്തെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുന്ന ആ ഒരു സ്റ്റാൻഡേർഡ് പ്രൈസ്. നമ്മളുടെ സ്റ്റാൻഡേർഡും ആക്ച്വലും നമുക്ക് നോക്കാം. സ്റ്റാൻഡേർഡ് പ്രൈസ് ഒരു യൂണിറ്റിന്, പെർ യൂണിറ്റിന് സ്റ്റാൻഡേർഡ് പ്രൈസ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചത് 100. നമ്മൾ സെറ്റ് ചെയ്തത് സ്റ്റാൻഡേർഡ് പ്രൈസ് 100 രൂപ, ഒരു യൂണിറ്റിന് 100 രൂപ എന്ന് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തു. പക്ഷേ ആക്ച്വൽ പ്രൈസ് എന്ന് പറഞ്ഞത് 80 ആയുള്ളൂ. അങ്ങനെയാണെങ്കിൽ അതൊരു ഫേവറബിൾ വേരിയൻസ് അല്ലേ? സ്റ്റാൻഡേർഡ് നമ്മൾ പറഞ്ഞ സെറ്റ് ചെയ്ത് വെച്ചത് 100 രൂപയാകുമെന്നായിരുന്നു ഒരു യൂണിറ്റിന് അല്ലേ. എന്നാൽ ആക്ച്വലി പ്രൊഡക്ഷൻ നടന്നപ്പോൾ നമുക്ക് ഒരു യൂണിറ്റിന് നമ്മൾ പർച്ചേസ് ചെയ്ത സമയത്ത് 80 രൂപയേ ആയിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ അത് അവിടെ ഒരു വേരിയൻസ് ഉണ്ടല്ലോ. നമ്മൾ സ്റ്റാൻഡേർഡ് ചെയ്ത് വെച്ചത് തന്നെയാണോ ആക്ച്വൽ? അല്ല, വേരിയൻസ് ഉണ്ട്. പക്ഷെ അത് എങ്ങനെയുള്ള വേരിയൻസാ? ഫേവറബിളാ, നമുക്ക് നല്ലതായിരുന്നു അല്ലേ. കാരണം നമ്മൾ വിചാരിച്ച അത്രയും ഒന്നും ചെലവായില്ല. എന്നാൽ അൺഫേവറബിൾ വേരിയൻസ് എന്ന് പറയുമ്പോൾ ഇത് നേരെ തിരിച്ചായിരിക്കും അല്ലെ. നമ്മൾ സ്റ്റാൻഡേർഡ് വെച്ചത് 100 രൂപയാകുമെന്നായിരുന്നു, പക്ഷെ യഥാർത്ഥത്തിൽ 120 രൂപ ഇൻകർ ചെയ്തു. ഇതൊരു അൺഫേവറബിൾ വേരിയൻസ് അല്ലേ? എന്തുകൊണ്ടാണ് ഇത് അൺഫേവറബിൾ ആയത്? നമുക്ക് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് വെച്ചത് 100 ആയിരുന്നു, പക്ഷേ നമുക്ക് യഥാർത്ഥത്തിൽ 120 രൂപ കൊടുക്കേണ്ടി വന്നു. അത് നമുക്ക് അൺഫേവറബിൾ അല്ലേ. സോ ഇവിടെ നമ്മളുടെ ഇവിടെ ആക്ച്വൽ പ്രൈസ് സ്റ്റാൻഡേർഡ് പ്രൈസിനെക്കാട്ടിൽ കൂടിയാൽ അതൊരു അൺഫേവറബിൾ വേരിയൻസ് ആയിരിക്കും. ഓക്കെ. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്നും ചോദിച്ചിട്ടുള്ളതാണ്. മാനേജ്മെന്റിന്റെ ക്വസ്റ്റ്യൻ ആണ്. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വളരെ ബേസിക് ക്വസ്റ്റ്യൻസ് അങ്ങനെ വരാറില്ല. എന്നാലും ഒന്ന് നോക്കി പോകാം. മാനേജ്മെന്റിൽ ഈ പ്രൊപ്പൗണ്ടേഴ്സിന്റെ ഒക്കെ പേരുകൾ പഠിച്ചു വെക്കണം, അത് നല്ലതാണ്. എന്നാലും ഡയറക്റ്റ് ആയിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു പേര് മാത്രമായിട്ടായിരിക്കത്തില്ല ചോദിക്കുന്നത്. നമ്മളുടെ ഇപ്പോഴത്തെ ഒരു എക്സാം പാറ്റേൺ വെച്ചിട്ട് ഇത് ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും? മാച്ച് ദി ഫോളോയിങ് ആയിട്ട് അങ്ങ് വരും അല്ലേ. 4 പേരുടെ പേരും പറയും, ഓരോ കോൺസെപ്റ്റും തരും. ഇത് ഓരോ കോൺസെപ്റ്റും ആരാണ് കൊണ്ടുവന്നത് എന്നതിനെ വേണം നമ്മൾ മാച്ച് ചെയ്യാൻ. അങ്ങനെയുള്ള ചോദ്യങ്ങളായിരിക്കും എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക. ഒരെണ്ണം മാത്രമായിട്ടൊന്നും അങ്ങനെ എടുത്ത് ചോദിച്ച് അത്ര സിമ്പിൾ ആക്കാറില്ലല്ലോ. ഓക്കെ. ഹു ഇൻട്രൊഡ്യൂസ് ദി കോൺസെപ്റ്റ് ഓഫ് മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്? MBO നമ്മൾ പഠിച്ചിട്ടില്ലേ? MBO, മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ്. ആരാണ് കൊണ്ടുവന്നത് ഈ ഒരു കോൺസെപ്റ്റ്, മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ്? എൽട്ടൺ മയോ, പീറ്റർ ഓഫ് ഡ്രക്കർ, CK പ്രഹ്ലാദ്, ഹെൻറി ഫയർഡ്. ഓക്കെ. മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ് കൊണ്ടുവന്നത് പീറ്റർ ഓഫ് ഡ്രക്കർ ആണ്. ഓക്കെ. പീറ്റർ ഓഫ് ഡ്രക്കർ കൊണ്ടുവന്ന ഒരു കോൺസെപ്റ്റ് ആണ് മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ്. ഇൻ ഹിസ് ബുക്ക് ദ പ്രാക്ടീസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ബുക്കിലാണ് ഈ ഒരു കോൺസെപ്റ്റ് പീറ്റർ ഓഫ് ഡ്രക്കർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. സോ ഇറ്റ് ഈസ് എ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് മോഡൽ ദാറ്റ് എയിംസ് ടു ഇംപ്രൂവ് ഓർഗനൈസേഷണൽ പെർഫോമൻസ് by clearly defining objectives that are agreed upon by
ബോത്ത് മാനേജ്മെന്റ് ആൻഡ് എംപ്ലോയീസ്. ഇതിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് മാനേജ്മെന്റിനകത്ത് പഠിക്കാനുണ്ട്. നമ്മുടെ ക്ലാസ്സുകളിൽ കൃത്യമായിട്ട് അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. If a company has a separate production managers, marketing manager and finance manager, what basis of departmentation is followed by that company? ഇത് നമ്മളുടെ ഡിഫറെന്റ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആണ്. ഓർഗനൈസേഷൻ സ്ട്രക്ചേഴ്സിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ നമ്മളുടെ കമ്പനിയിൽ പ്രൊഡക്ഷൻ മാനേജറും മാർക്കറ്റിംഗ് മാനേജറും ഫൈനാൻസ് മാനേജറും ഒക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ പ്രത്യേകത എന്താ? നമ്മൾ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ആയിട്ട് തരം തിരിച്ചേക്കാണ് അല്ലെ. നമ്മൾ കമ്പനിയെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ആയിട്ട് തരം തിരിക്കുന്നു. സോ ഇങ്ങനെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ആയിട്ട് തരം തിരിക്കുന്ന ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഏതായിരുന്നു? പ്രൊഡക്റ്റ് ബേസ്ഡ് ആണോ, ടെറിട്ടറി ബേസ്ഡ് ആണോ, ഫംഗ്ഷൻസ് ആണോ? ഏതാണ്? ഫംഗ്ഷണൽ സ്ട്രക്ചർ അല്ലേ. നമ്മൾ ഡിഫറെന്റ് സ്ട്രക്ചേഴ്സ് പഠിക്കുന്നുണ്ട് അല്ലേ. ലൈൻ ഓർഗനൈസേഷൻ, ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ, ഫംഗ്ഷണൽ സ്ട്രക്ചർ, ഡിവിഷണൽ സ്ട്രക്ചർ, പ്രൊജക്ട് സ്ട്രക്ചർ, മെട്രിക്സ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ, ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചേഴ്സ് പഠിക്കുന്നുണ്ട്. അതിൽ നമ്മളുടെ കമ്പനിയെ പല പല ഡിപ്പാർട്ട്മെന്റുകളാക്കി തരം തിരിക്കും. ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഓരോ ഹെഡുകളും കാണും അല്ലെ. സോ ഈ സ്ട്രക്ചറിനെ നമ്മൾ ഫംഗ്ഷണൽ സ്ട്രക്ചർ എന്ന് പറയും അല്ലെ. ഫംഗ്ഷണൽ സ്ട്രക്ചർ. സോ ഡിപ്പാർട്ട്മെന്റേഷൻ ബൈ ഫംഗ്ഷൻ, meaning dividing the organization based on major activity or functions such as production, marketing, finance, HR, etc. സോ ഇതിനെ നമുക്ക് ഫങ്ഷണൽ സ്ട്രക്ചർ എന്ന് പറയാം. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടി ഒന്ന് നോക്കാം. ദി വെരി സ്പെസിഫിക് ഗൈഡ് ടു ആക്ഷൻ. നമ്മളൊരു കമ്പനിയിൽ, ഇതൊക്കെ നമ്മുടെ മാനേജ്മെന്റിന്റെ ഏറ്റവും ബേസിക് ആണല്ലേ. വെറും സിമ്പിൾ ക്വസ്റ്റ്യൻ. നമുക്ക് വേണമെങ്കിൽ ഒരു +1 +2 ലെവലൊക്കെ പറയാം. വെറും ബേസിക്, നമ്മൾ പഠിക്കുന്ന ബേസ് മാത്രമേ ഉള്ളൂ. സോ വെരി സ്പെസിഫിക് ഗൈഡ് ടു ആക്ഷൻ. നമ്മൾ കമ്പനിയുടെ ഡിഫറെന്റ് പ്ലാൻസിനെ പറ്റി പഠിക്കുന്നുണ്ട്. സ്റ്റാൻഡിംഗ് പ്ലാനും സിംഗിൾ യൂസ് പ്ലാനുകളും ഒക്കെ. സോ ഇതിനകത്ത് സ്ട്രാറ്റജി, റൂൾ, പോളിസി, പ്രൊസീജിയേഴ്സ് ഇതൊക്കെ എന്താണെന്ന് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ഇതിൽ ഏറ്റവും സ്പെസിഫിക് ആയിട്ടുള്ളത് ഏതാണെന്നാണ് ചോദ്യം. നമ്മളിപ്പം ഒരു ജനറലിൽ നിന്ന് സ്പെസിഫിക്കിലേക്ക് വരാറല്ലേ. ആ സ്ട്രാറ്റജിയും ദെൻ ഒബ്ജക്റ്റീവും ടാക്ടിക്സും അങ്ങനെ സ്പെസിഫിക് ആയിട്ട് വരാറുണ്ട്. സോ ഇതിൽ ഏറ്റവും സ്പെസിഫിക് ആയിട്ടുള്ളത് ഏതാണ്? സ്ട്രാറ്റജി, റൂൾ, പോളിസി, പ്രൊസീജിയർ. ഏതായിരിക്കും? ദാറ്റ് ഈസ് റൂൾ അല്ലെ. റൂൾ ആണ് ഏറ്റവും സ്പെസിഫിക് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. റൂൾ ഈസ് ദി മോസ്റ്റ് സ്പെസിഫിക് ടൈപ്പ് ഓഫ് ആക്ഷൻ. ഇറ്റ് ക്ലിയർലി സ്റ്റേറ്റ് വാട്ട് ഈസ് ടു ബി ഡൺ ഓർ നോട്ട് ഡൺ ഇൻ എ പെർട്ടിക്കുലർ സിറ്റുവേഷൻ. സോ റൂളിൽ പറയുന്നത് എന്താ? നമുക്കിപ്പോ ഒരു ഓർഗനൈസേഷന്റെ വലിയൊരു സ്ട്രാറ്റജി കാണും. ആ സ്ട്രാറ്റജിയിലേക്ക് എത്തിച്ചേരാനായിട്ട് പല പല ഒബ്ജക്റ്റീവുകൾ കാണും. ദെൻ ഡിഫറെന്റ് റൂൾസ് കാണും. ഈ റൂൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മൾ ഈ ഒരു ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവിലേക്ക് എത്തിച്ചേരണമെങ്കിൽ അവിടെ ചെറിയ നമ്മളെ വലിയ സ്ട്രാറ്റജിയെ ചെറിയ ഒബ്ജക്റ്റീവുകളാക്കി തരം തിരിച്ച് അതിനകത്ത് നമ്മൾ പല റൂളുകൾ വെക്കും അല്ലെ. എങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെ ചെയ്യരുത്, അതല്ലേ റൂൾസ് എന്ന് പറഞ്ഞാൽ. നമ്മൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്നുള്ളതല്ലേ റൂൾസിൽ കാണാനായിട്ട് പറ്റുക. സോ അൺലൈക്ക് പോളിസി ഓർ പ്രൊസീജിയർ, റൂൾസ് ലീവ് നോ റൂം ഫോർ ഡിസ്ക്രിപ്ഷൻ. റൂൾസിലേക്ക് വരുമ്പോൾ അവിടെ ഫ്ലെക്സിബിലിറ്റി ഒന്നുമില്ല അല്ലെ. റൂൾസ് എന്ന് പറഞ്ഞാൽ അത് കൃത്യമായിട്ട് അങ്ങനെ തന്നെ നമ്മൾ പാലിച്ചിരിക്കണം. ദാറ്റ് ഈസ് റൂൾസ്. ഓക്കെ, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ ഒന്ന് നോക്കാം. ഇതും നമ്മുടെ ഓർഗനൈസേഷൻ സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതല്ലേ. സോ വൺ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് ദി ഓൾഡസ്റ്റ് ഫോം ഓഫ് ഓർഗനൈസേഷൻ? നമ്മുടെ ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ ഏറ്റവും ഓൾഡസ്റ്റ് ഫോം ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഏതാണ്? നമ്മളത് പഠിക്കുമ്പോൾ തന്നെ ആദ്യമേ ഡെഫിനിഷനിൽ പറയും അല്ലേ. ഏതാണ്? ലൈൻ ഓർഗനൈസേഷൻ ഈസ് ദി ഓൾഡസ്റ്റ് ഫോം ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. ലൈൻ ഓർഗനൈസേഷൻ ആണ് ഏറ്റവും സിംപ്ലസ്റ്റ് ആൻഡ് ഓൾഡസ്റ്റ് എന്നാണ് പഠിക്കുന്നത് അല്ലെ. സിംപ്ലസ്റ്റ് ആൻഡ് ഓൾഡസ്റ്റ്. ഇതും നമ്മൾ വളരെ ബേസ് ലെവലിൽ പഠിക്കുന്ന ഏരിയാസ് അല്ലേ. ഇത്രയും ബേസ് ലെവൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യരുത്. നമ്മുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ മാറി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അത് പറയുന്നത്, ഈ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഇത്രയും സിമ്പിൾ ആയിട്ടും ബേസ് ലെവലിലും ഒന്നും ഇനി ചോദിക്കത്തില്ല. ഇനി ചോദിക്കുകയാണെങ്കിൽ തന്നെയും അത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ നമ്മളുടെ പഴയ സിലബസ് ആണ്. ഇതിനകത്ത് ഇൻകം ടാക്സും ഒന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. സോ അതൊക്കെ അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇനി വരാൻ പോകുന്നത്. സോ ഇവിടെ ഓൾഡസ്റ്റ് ഫോം ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഏതാണ്? ലൈൻ ഓർഗനൈസേഷൻ ആണ് അല്ലെ. ലൈൻ ഓർഗനൈസേഷൻ is the simplest and oldest form of organization structure, also known as scalar or military organization. Okay. സോ ഇത്രയും ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാലൻസ് പോർഷൻസ് നെക്സ്റ്റ് ക്ലാസ്സിലായിട്ട് ഡിസ്കസ് ചെയ്യാം. താങ്ക്